ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ ഡബിൾ ചിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു മസാജാണ്, ടൈറ്റനിങ് മസാജാണ് കാണിക്കുന്നത്. ഡബിൾ ചിന്നുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ സ്കിന്നിൽ എന്ത് മസാജ് കൊടുത്താലും നമ്മുടെ സ്കിന്നിന് ഒരു ഓയിലോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ യൂസ് ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ യൂസ്ഫുൾ ആയിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയത് ഏതാണോ അത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ആക്ച്വലി ഒരൊറ്റ സെക്ഷനായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. 3-4 വീഡിയോസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വീഡിയോസ് ഞാൻ ഒറ്റ സെക്ഷനിൽ എടുത്തതാണ്. പക്ഷേ ഇത് പല സെക്ഷനായിട്ടാണ് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കിത് കാണാൻ എളുപ്പത്തിനും നിങ്ങൾ അല്ലെങ്കിൽ ഇത് ബോറടിക്കുകയും എവിടെയാണ് ഏത് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ബുദ്ധിമുട്ട് വരെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ സെക്ഷൻ ബൈ സെക്ഷനാണ് ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴും എടുത്ത് വെച്ച് കാണാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഡബിൾ ചിൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കത് അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡബിൾ ചിൻ അല്ലേ. ഇതൊരു പ്രായമാകുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തടുപ്പ് പോലെ ഫീൽ ചെയ്യും. അത് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് 2 താടിയുള്ള പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. അതാണ് ഡബിൾ ചിൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഉള്ളൊരു മസാജ്, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ ഒരു മസാജ്, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരൽ ഇങ്ങനെ ഒരു ഹുക്ക് പോലെ പിടിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് 2 കൈ കൊണ്ട് സിമെട്രിക്കലായിട്ട് ചെവിയുടെ ബാക്കിലേക്ക് ചെവിയുടെ ഫ്രണ്ടിലേക്ക് അങ്ങനെ പോകുന്ന പോലെ, 2 പ്രഷർ പോയിൻറ്റ്സ് ആണ് കേട്ടോ. പോകുന്ന പോലെ നമുക്ക് കുറച്ച് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ മസാജ് കൊടുക്കുകയാണ്. ഡ്രാഗ് ചെയ്തിട്ട് വലിച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ സെക്കൻഡ് ടൈപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 2 വിരൽ ഹുക്ക് പോലെ പിടിക്കുകയാണ്. ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും. അതിൽ ഇൻഡെക്സ് ഫിംഗർ കുറച്ച് പൊക്കി പിടിക്കുന്നു, മിഡിൽ ഫിംഗർ കുറച്ച് താഴ്ത്തി പിടിക്കുന്നു. ഓക്കെ, അങ്ങനെ ആ പൊക്കി പിടിച്ചിരിക്കുന്ന ഇൻഡെക്സ് ഫിംഗർ നേരത്തെ നമ്മൾ ചെയ്തപോലെ തന്നെ ഈ താടിയുടെ അടിയിലുള്ള ചിൻ ഏരിയയിൽ പ്രസ് ചെയ്ത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുന്നു. അതേപോലെ തന്നെ മിഡിൽ ഫിംഗർ നമ്മുടെ ചിന്നിൻ്റെ മുകളിൽ വരുന്നത്, അതങ്ങനെ ആ ഒരു ചിൻ ബോണില്ലേ, ആ താടി എല്ലിനെ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാജാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പം ആ ഒരു ചിൻ ബോൺ വന്നിട്ട് ടോൺഡ് ആവുകയും നല്ല ഒരു ഫീച്ചർ നമ്മുടെ ഫേസിന് വരികയും ചെയ്യുന്നത്. അതായത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉള്ള പോലെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ മെലിഞ്ഞിരുന്നപ്പോൾ ഉള്ള പോലെ ഉള്ളൊരു ഫീച്ചർ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഫേസിന് കിട്ടും കേട്ടോ. ആക്ച്വലി ഇത് വന്നിട്ട് ഒരു സെറ്റ് ചെയ്യുമ്പം, അതായത് 10 to 30 മിനിറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനിത് ചെയ്തതിന് ശേഷം ഉള്ളൊരു വീഡിയോ പോർഷനാണിത്. അതിൽ നിങ്ങൾക്ക് ആ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ തുടക്കത്തിൽ ഞാനൊരു ചെറിയൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് മസാജ് മോയ്സ്ചറൈസിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫേസും തമ്മിലുള്ള ചെറിയ മാറ്റം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ മസാജ് ഒരു സെറ്റായിട്ട് ചെയ്യുക. അതായത് ഞാൻ ആദ്യം കാണിച്ച ഇൻഡെക്സ് ഫിംഗർ മാത്രം വെച്ചിട്ടുള്ള മസാജ് വന്നിട്ട് ഒരു സെറ്റ് 10 ടൈംസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും വെച്ചിട്ടുള്ള മസാജ് വന്നിട്ട് 10 ടൈംസ് ചെയ്യുക. അതായത് 2 സൈഡിൽ നമ്മൾ 10 ടൈംസ് വെച്ച് ചെയ്യാണ് കേട്ടോ. അറ്റ് എ ടൈം 2 വശത്തും ചെയ്യാണ്. അങ്ങനെ ചെയ്യാം. ഈ ഒരു മസാജ് ആക്ച്വലി നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജിനും കൂടെ യൂസ്ഫുൾ ആണ്. അതായത് ഈ ഏരിയയിൽ, ചിൻ ഏരിയയിലുള്ള ലിംഫ് നോട്ട്സ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അത് ലിംഫ് നോട്ട്സ് ഓപ്പൺ ചെയ്ത് ഈ ഒരു മസാജ് വഴി ഇവിടെ നിന്നുള്ള ലിംഫാറ്റിക് ഡ്രെയിനേജ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള എന്തെങ്കിലും ഒരു പഫിനെസ്, എഡിമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലിംഫ് നോഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതങ്ങനെ ഡ്രെയിൻ ഔട്ടായിട്ട് പോകുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ഒരു മസാജ് ഒരു പ്രഷർ മസാജാണ്. അതായത് നമ്മുടെ ചെവിയുടെ പുറകിൽ ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട്. ആ പ്രഷർ പോയിൻറ്റും ടച്ച് ചെയ്ത് 3 വിരലുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് അമർത്തി, അതായത് ഏകദേശം വിരലിൻ്റെ ഫസ്റ്റ് ആ ഒരു ലൈൻ കവർ ചെയ്ത് പോകുന്ന പോലെ അമർത്തിയിട്ട് ഈ സെൻറ്ററിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. 2 വിരൽ അല്ലെങ്കിൽ 3 വിരൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് 2 സൈഡിലും അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ 1 സൈഡ് ചെയ്തു, ഇനിയിപ്പോൾ അടുത്ത സൈഡിൽ നമുക്ക് ചെയ്യാവേ. ഈ ഒരു മസാജ് 2 സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. ഒരു 5 ടൈംസ് ഈച്ച് സൈഡ് നമ്മൾ ചെയ്യണം കേട്ടോ. 5 ടൈംസ് ഈച്ച് സൈഡ് ചെയ്യാം. ഇതും നമ്മുടെ ലിംഫ് നോഡ് ഓപ്പൺ ആക്കുകയും സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഓപ്പൺ ആക്കുകയും ഡ്രെയിനേജിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഈ ഒരു മസാജ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ 2 സൈഡിലും ചെയ്യാം. ബാക്കിയുള്ള മസാജുകൾ നമ്മൾ ഒരു സെറ്റ് അല്ലേ ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീണ്ടും നമ്മൾ നമ്മുടെ ടോണിങ് മസാജ് വൺസ് മോർ ചെയ്ത് കൊടുക്കുക. 2 വിരൽ വെച്ചിട്ടുള്ള ഒരു 5 ടൈംസ് ഒക്കെ ചെയ്താൽ മതിയായിരിക്കും ലാസ്റ്റ്. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് റിസൾട്ട് അപ്പം തന്നെ കാണാൻ പറ്റും. ഇത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിൻ ബോൺ ടോൺഡ് ആകും.